10 ഉണ്ട് 70 രൂപ. ഒരെണ്ണത്തിനപ്പോൾ 7 രൂപ വെച്ചിട്ട്. ഇതും ഒരു 10 ഉണ്ട്. ഇതിന് 60 രൂപ. ദിവ്യാക്സിൽ നമ്മളെ പറ്റിച്ചു. നമ്മളെ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് ട്രിക്ക് ഡേ ബൈ ടോമിൻ ജോസ്. നമ്മൾ നിൽക്കുന്ന കൊളത്തൂരാണ്. കൊളത്തൂർ എൻ്റെ കൂട്ടുകാരൻ സിബിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സിബിയുടെ ഗ്രില്ല് ചെയ്യാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതപ്പോഴൊരു ഗ്രില്ലാവട്ടെ. നമ്മളൊക്കെ അപ്പോൾ കൊളത്തൂർ വിശേഷങ്ങളിലേക്ക് പോവാം. ഞാൻ ഇതിന് മുന്നേ ഒരു ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഭയങ്കര രസമാണ്. കുറച്ചുകൂടെ രാത്രി നമുക്ക് കാണാൻ ഭയങ്കര രസമാണ്. ലൈറ്റൊക്കെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ ഈ മീനുകളെ കാണാൻ ഭയങ്കര രസമാണ്. നമുക്കതിലും കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. അതെ, ഇന്ത്യാസ് ലാർജസ്റ്റ് അക്വേറിയം ഫിഷ് മാർക്കറ്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഒട്ടുമിക്ക സ്ഥലത്തേക്ക് എല്ലാം തന്നെ അക്വേറിയം ഫിഷസ് പോകുന്നത്. ഇത് ഗപ്പിയുണ്ട്. ഇത് കിലോകളൊക്കെ 100. ഒരു കവറിന് 100 രൂപ അല്ലേ? ഫാൻസി ഫുൾ മൂൺ. ഇത് മൊത്തം 150 രൂപ സെക്ഷൻ. നീമോ ക്യാൻഡി മീറ്റർ. നീമോ നമ്മുടെ മറ്റേ മീൻ പാണ്ട് പിടിച്ചോലെ പാണ്ട. വെറൈറ്റി കളറാണ്. ഇവിടെ എത്ര ലക്ഷമൊന്നുമല്ല, ഒരുപാട് ഉപ്പിരിപ്പുണ്ട്. ഇതെല്ലാം നിങ്ങൾ തന്നെ ബ്രീഡ് പണ്ടല്ലാമേ? ഇമ്പോർട്ടഡ് അല്ലാമേ? ഇമ്പോർട്ടഡ് എന്നാണ് ഇവർ പറഞ്ഞത്. ഇമ്പോർട്ട് ചെയ്ത് ബ്രീഡ് ചെയ്തായിരിക്കണം. ശരിക്കും അതെ, ഷോറൂം പോലെ തന്നെ കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാൽ നീണ്ടു നിവർന്ന് നടക്കുന്ന വലിയ ഷോറൂം പോലെ. ഇവിടെ അരോണയുണ്ട്. അരോണയല്ലേ ഇത്? അരോണ എവിടെ? വാവ്, അടിപൊളി കത്തി. എൻ്റെ മോനെ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വാങ്ങാൻ തോന്നും. എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഈ വെള്ളച്ചാട്ടമാണ്. ഈ ഇതിൻ്റെ ഇത് കാണാൻ പറ്റുന്നത് ഇത് മണ്ണ് വീണുകൊണ്ടിരിക്കുന്നത് പഞ്ചസാര പോലെ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സെറ്റപ്പ്. എല്ലാ കാര്യത്തിലും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതെങ്ങനെയാണ് അത് ചെയ്യുന്നത്? മോട്ടർ തന്നെ എന്തൊരു പ്രത്യേകതയുള്ള മോട്ടറാണ്. കൊള്ളാം, അടിപൊളി. അപ്പോൾ ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അധികം പോകുന്നില്ല. അവിടെ ആക്സസറീസ് തന്നെയുള്ളത്. മീനുകളൊക്കെ ഇത്രയും വാങ്ങുകൊണ്ട് തന്നെ തീർന്നു. കാണാൻ ഇഷ്ടം പോലെ സംഭവങ്ങളാണ് ഇവിടെ. ഡിസ്കവറി മാത്രം കാണുന്ന മീൻ നീമോ അല്ലേ ഇത്? മറ്റേ ഒരു സിനിമയിലുണ്ടല്ലോ നീമോ എന്ന് പറയുന്നത്. ഇത് സീ അല്ലേ? സീ ഒക്കെ അതല്ലേ? സെലൈൻ. അങ്ങനത്തെ ഉണ്ടോ? ഇതെല്ലാം സീ ഫിഷസ് ആണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ അരോണെ പെട്ടെന്ന് കാണിച്ചു തരാം. എൻ്റെ മോനെ. ഹലോ, ഹായ്. നോട്ട് ഫോർ സെയിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഐശ്വര്യത്തിൻ്റെയൊക്കെ ലക്ഷണമെന്നല്ലേ അരോണ? ചിലപ്പോൾ കടയുടെ ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായിരിക്കാം. തിന്നായിട്ട് കൊടുക്കുന്നതെന്നാണോ? 2 ഗോൾഡ് ഫിഷിനെ കാണാൻ അതിൻ്റെ അത് കണ്ടില്ലെന്ന് തോന്നുന്നു. പാവങ്ങൾ. 10 കിലോ കൂടുതലാണ്. 10 അല്ല, പിടിച്ച് നോക്കി നോക്കിയാലോ. 15 ഇതും കൊള്ളാം, വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. എക്സോട്ടിക് പെറ്റ്സിൻ്റെ ഒരു ഷോറൂമാണ് ശരവണ. അവിടെ അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ ശരിക്കും അലൗഡല്ല. അതിൻ്റെ അകത്ത് മക്കാവോ ഉണ്ട്, ഗ്രേ പാരറ്റ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഇപ്പോൾ ഷുഗർ ഗ്ലൈഡറൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വിലക്കുറവാണ് കേട്ടോ. റേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, ഭയങ്കര വിലക്കുറവാണ്. തലേ മുഴയുള്ള ഗോൾഡ് എന്തോ പ്രത്യേക ഭയങ്കര സൗന്ദര്യം. ബലൂൺ പോലെ നടക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഭാഗം മാത്രം കേട്ടോ. ഇവിടെയൊക്കെ ലേലം വിളിച്ചു പോകുന്ന സ്ഥലം അല്ലേ? മീനൊക്കെ ഞായറാഴ്ച കൊണ്ടുവന്ന് ലേലം വിളിച്ചു പോകുന്ന സ്ഥലമാണ്. കേരളത്തിലേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ലേലം വിളിച്ചുകൊണ്ട് പോകുന്ന സ്ഥലമാണ് ഇത്. ഇവിടുന്ന് പാർസൽ അയക്കാൻ വേണ്ടി തന്നെ ഒരു കട പുറത്തുണ്ടല്ലേ? പല സ്ഥലത്തേക്ക് പാർസൽ അയക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഒരു കട പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ ആ കട ഞാൻ കാണിച്ചു തരാം. അവിടെ ഇരിക്കുന്ന ലോഡുകൾ കാണിച്ചു തരാം. സ്റ്റോക്ക് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്ര സ്ഥലത്തേക്ക് അല്ലെ എത്രത്തോളം സാധനങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ടെന്നുള്ളത്. ഇതും പാർസലാണ്. ഇതെല്ലാം പോകാനുള്ള പാർസൽ. ഇതിൽ അത്യാവശ്യം വലിയ മീനാട്ടോ. 60 രൂപ ഒരെണ്ണത്തിന്. അതെ, പേരിന് എങ്ങാണ്ട് 60 രൂപ. അതെ. ഇവിടെ റേറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ റേറ്റ് ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒരുപാട് മലയാളികളുണ്ട് കേട്ടോ. ഈ കണ്ട കടകളിലെല്ലാം തന്നെ ഏതിലൊക്കെ മലയാളിയുണ്ട്. സാധനങ്ങൾ മേടിക്കാൻ വന്ന മലയാളികളുണ്ട്,
അല്ലാണ്ട് കച്ചവടം ചെയ്യുന്ന മലയാളികളും ഉണ്ട്. ഈ കാണുന്ന മുഴുവൻ പാർസൽ കൊണ്ടാന്ന് വെച്ചേക്കുന്നതാണ്. സിൽവർ അരോണ. ഇതെന്താ സിബിയെ? അത് ആൽബിനോ റെഡ് ഓസ്കാർ. ആൽബിനോ റെഡ് ഓസ്കാർ. ഓക്കെ, കൊള്ളാം. ഇതിൻ്റെ റേറ്റ് ഒക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടും. ആൽബിനോ റെഡ് ഓസ്കാർ 250 രൂപ. അത് ടൈഗർ ഓസ്കാർ, അതും 250 രൂപ. ഈ കടയുടെ ഉള്ളിലൊന്ന് വരെ നോക്കാം. ഇവിടെ കുറേ ഫ്ലവർ ഓൺ ഞാൻ കണ്ടു. ഫ്ലവർ ഓൺ, ഫ്ലവർ ഓൺ, ഇതും ഫ്ലവർ ഓൺ കണ്ടില്ല നമ്മളെ. ഫ്ലവർ ഓൺ മോൺസ്റ്റർ ഹെഡ് 1800 രൂപ. മോൺസ്റ്റർ ഹെഡ് 1800 രൂപ അല്ലേ? ഇവിടെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാറ്റിനം പാരറ്റ് ഭയങ്കര രസം കേട്ടോ അതിനെ കാണാൻ. എലഫൻ്റ് ഇയർ കപ്പി. എലഫൻ്റ് ഇയർ ഇതിനെ നമുക്ക് 2 മേടിക്കണം കേട്ടോ. അടിപൊളി. എന്താ അങ്ങനെ വരുമെന്ന്? യെല്ലോ വിഡോ ടെട്ര. ഇത് ഗ്രീൻ വിഡോ ടെട്ര എന്നാണ് എഴുതിയേക്കുന്നത്. 50 രൂപ. സിംഗിൾ 1 50. സിംഗിൾ 50. ഓക്കെ, ഡെലിവറി പണി അക്രോസ് ഇന്ത്യ എല്ലായിടത്തും ഡെലിവറി പണി. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ കടകളിലും തന്നെ ഡെലിവറി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇവിടെ എല്ലാ കടകളിലും തന്നെ ഡെലിവറി ഉണ്ട്. എല്ലാ കടകളിലും ഡെലിവറി ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്രോസ് ഇന്ത്യ ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന അക്രോസ് ഇന്ത്യ അവർ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യും. നമ്മൾ പ്രോപ്പർ ഡെലിവറി അഡ്രസ്സും പേയ്മെൻറ്റ് ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ആർക്കും കുഴപ്പമില്ല. എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് ഇവിടെ നിന്ന് ചേച്ചി പറയുന്നുള്ളിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. കാരണം കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള കിളികളെയൊക്കെ വെച്ചേക്കുന്നവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. ഒരു കട നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചു. എന്താ എൻ്റെ പേര്? ശ്രീ പെറ്റ്സോൺ. ശ്രീ പെറ്റ്സോൺ. കൊള്ളാം, നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. കൊനൂറുണ്ട് ഇവിടെ. ഇത് കൊനൂറല്ലേ? ഒന്ന് പൈനാപ്പിൾ, പൈനാപ്പിൾ കൊനൂറ്, സൺകൊനൂറുണ്ട്. ഇവിടെ ഒരാൾ അനങ്ങാണ്ടിരിക്കുന്നുണ്ടോ? കടിക്കോടാ. കോക്കട്ടയിൽ. ജാവയല്ലേ ഇത്? ഫിഞ്ചസ്. ജാവയും ഫിഞ്ചസും 2 അല്ലേ? അതെ, കിളിയാണ് ചിറകൊണ്ട്. ഇതെന്താ ഈ ലോബേർഡ്സ് ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് കൊത്തിപ്പറിച്ചാണോ? വെറൈറ്റി ആണോ തൊപ്പി വെച്ചിരിക്കുന്നത്? അമ്പോ, അടിപൊളി. ഇത് എലിയാണോ? ഇത് ഗിനിപ്പിക്കാണോ? അല്ല, എലിയല്ലേ? ഇല്ല, ഇവിടെ 2 പേര് ഭയങ്കര പറക്കൽ. ഇതെന്താ? നമ്മുടെ അവിടെ ഉണ്ടായതിൻ്റെ ഇച്ചിരി കൂടെ കൂടി. ഇതിന് ഭയങ്കര വില. പേരറിയത്തില്ല, ക്ഷമിക്കണം. ഇവിടെ 2 പേര് വിളിച്ചിരിപ്പുണ്ട്. ഇതൊന്നും പേര് നമുക്കറിയാൻ പാടില്ല. അതിൽ ആഫ്രിക്കൻ ലവബേർഡ്സ് ആണ്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ആഫ്രിക്കൻ ലവബേർഡ്സ് ആണ് ഗുരു സിബി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സിബിയാണ് ഇൻസ്ട്രക്ടർ. കാരണം സിബിയാണ് കുളത്തൂര് മുതലാളി. നമുക്ക് കാണാനായിട്ട് വരാൻ തോന്നും പിന്നെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇവിടെ ഒരു പൂച്ചയുണ്ടായിരുന്നു. അതിനെന്താ പറയുന്ന പൂച്ച എന്നാൽ? പേർഷ്യൻ ക്യാറ്റ്. അത് തന്നെ, പേർഷ്യൻ ക്യാറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്രേ പാരറ്റ് ഉണ്ടായിരുന്നു, കുഞ്ഞൊരെണ്ണം. അമ്പോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. ഇതുപോലത്തെ കുറേ ഉണ്ട് കേട്ടോ. ഇത് എലിഫൻ്റ് ഇയർ. പെറ്റ്സിനെ ഇഷ്ടമുള്ളവർ എന്തായാലും ഒരു ഹോട്ടലിൽ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കൊളത്തൂർ. ചെന്നൈയിൽ കൊളത്തൂർ. കട നടന്നവർക്ക് എല്ലാവർക്കും തന്നെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും കൊളത്തൂർ. നമ്മുടെ നാട്ടിലേക്കുള്ള മിക്കവാറും എക്സ്പോർട്ടല്ല, സ്റ്റോക്ക് വരുന്നത് ഈ കൊളത്തൂർ തന്നെയാണ്. ഇവിടെയുണ്ട് ഗിനിപ്പിഗ്. ഇതാ ഗിനിപ്പിഗ്. ഇവിടെ ഒരാളുണ്ട്. ഇവിടെ അടിപൊളി ഒരാളിരിപ്പുണ്ടേ. അടിപൊളി. ഹലോ, ഞങ്ങളിന്ന് മൈൻഡാക്കിക്കേ. ഹായ്. പെറ്റ്സിന് ഇഷ്ടമുള്ളവർ എന്തായാലും ഇതിലെ കൂടെ വരിക. പട്ടി, പൂച്ച, മുയൽ, അണ്ണാൻ, എലി എല്ലാം ഉണ്ട്. കിളി, മീൻ എല്ലാം ഉണ്ട്. എന്തായാലും പ്രോമിസിങ് ആയിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരിക്കും വരികയാണെങ്കിൽ. നമ്മൾ കണ്ടപ്പോൾ ഒന്നും അന്നല്ല, ഇനി ഒരുപാട് കാണാനുണ്ട് ഇവിടെ.
നമ്മൾ ജസ്റ്റ് മെയിൻ ഏരിയയിലുള്ള മെയിൻ ഭാഗത്തുള്ള അക്വേറിയങ്ങൾ മാത്രമാണ് കണ്ടത്. മോളീനെയും പ്ലാറ്റിനെയും തിരിച്ചറിയാത്ത സ്ഥിതി. ഇത് മോളിയുടെ ശരിയാണല്ലോ, മോളികളുടെ കൂടെ കിടക്കുന്ന പ്ലാറ്റിയാണോ? ഇത് പ്ലാറ്റിയാ മോളിയാ? കണ്ടോ? ആ ഇതെനിക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടു. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് മേടിക്കാം. ഇത് ഫുൾ മൂണാ? ആ അത് ഫുൾ മൂണാണെന്നാണ് പറയുന്നത്. ഓക്കെ, ആ സാധനം അടിയിൽ നിന്ന് നോക്കി. അമാവാസ ചെയ്തുകൊണ്ട് ശരി, അമാവാസ ചെയ്തുകൊണ്ട് ഇന്ന് ഫുൾ മൂണല്ല. ഓ റെക്കോർഡ് ചെയ്തില്ലായിരുന്നല്ലേ? വെരി ഗുഡ്. ഇത്ര നേരം നമ്മൾ റെക്കോർഡ് ചെയ്യാണ്ടാണ് വർത്താനം പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ കുറച്ച് നേരം കൊണ്ട് ഇവന്മാർ കളർ വെക്കുമായിരിക്കും. ഇത് കൊള്ളാം. നമ്മുടെ അടുത്ത് 2 ഫീമെയിലുണ്ട് വീട്ടിൽ. നമുക്ക് ഒരു മെയിലിനെ വാങ്ങാം. അത് പക്ഷാഭേദമല്ലേ? അത് സാരമില്ല. അതാ 2 ഫീമെയിലിന് ഒരു മെയിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു മെയിലൂടെ ആയപ്പോൾ പെയറായില്ലേ? ഇതും മേടിക്കാം. ഇതല്ലേ ജീവി പറഞ്ഞേ? ഓക്കെ, അപ്പോൾ ഇത് മേടിക്കാം. നമ്മുടെ കുളത്തൂർത്തെ പർച്ചേസ് കഴിഞ്ഞു. നമ്മൾ കുളത്തുനിന്ന് ഇത്രയും സാധനം മേടിച്ചിട്ടുണ്ട്. കൊള്ളാം. വാ ബില്ലാക്കാൻ പറ. നമ്മൾ നേരത്തെ പറയുന്നത് വലിയ പാർസൽ ചെയ്യാനുള്ള തന്നെ കട ഇവിടെ ഉണ്ടെന്ന്. കഴിച്ചപ്പോൾ സമയം ഇപ്പോൾ 5:20. നമ്മൾ 4:20 ഇവിടെ എത്തിയതാണ്. 1 മണിക്കൂർ നമ്മൾ നടന്നെല്ലാം ഒന്ന് ഏകദേശം ജസ്റ്റ് ഒന്ന് കണ്ടു. ഞാൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളിതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ വന്നത്. പക്ഷേ ഒരുപാട് തിരക്കൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞായറാഴ്ച ആണല്ലോ ഇവിടെ തിരക്കുണ്ടാവുള്ളൂ അല്ലേ? ഞായറാഴ്ച ആണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അല്ലാത്ത ദിവസം നോർമൽ ഡേ ആയതുകൊണ്ട് തിരക്കൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നോർമൽ ഡേയ്സിൽ വരാൻ നോക്കുക. ഞായറാഴ്ച എന്നാൽ ഇവിടെ കച്ചവടക്കാരുടെയൊക്കെ തിരക്കായിരിക്കും. കാണാനാണ് വരാൻ ഉദ്ദേശമെങ്കിൽ നോർമൽ ഡേയ്സിൽ വരാൻ നോക്കുക. അപ്പോൾ നമ്മുടെ മീൻ കരിഞ്ഞു പോലെ സിബി, എന്നാൽ പോയേക്കാം. ഞങ്ങൾ മീൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് വീട്ടിൽ നിന്നിട്ട് കാണാം. നമ്മൾ മീൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടാണ് പോയേക്കുന്നത്. പൊട്ടിത്തെറിച്ചിട്ടില്ല. മീനിൻ്റെ അവസ്ഥ എന്നുള്ളത് നോക്കാം. ഓ ഇതിലെന്തൊക്കെ ഇട്ടായിരുന്നേ നമ്മൾ? ഇതിനകത്ത് ആദ്യം നമ്മൾ ചേർത്തത് കുരുമുളക്, പെരിഞ്ചീരകം, കാന്താരി ഇത്രയിട്ട് ആദ്യം അടിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും തക്കാളി, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. എന്താ കൈ കിട്ടിയ സാധനം, കൈ കിട്ടിയ എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ സിബി ഉണ്ടാക്കിയ മീൻ എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സമയം എത്രയായി? സമയം 6:20. ഇപ്പോൾ 1 മണിക്കൂറായി. നമ്മൾ ടോട്ടൽ കുക്കിംഗ് ടൈം 1 മണിക്കൂർ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. സിബി ഇടയ്ക്ക് വെന്തോ നോക്കാനായിട്ട് ഒറ്റ പീസൊക്കെ എടുത്ത് നോക്കിയായിരുന്നു. അടിപൊളിയായിട്ട് വെന്തു. അത് വേറെ മീനല്ലേ? ഇതെന്ത് മീനായിരുന്നു? ഇത് പന്നമീൻ അല്ല, തമിഴ്നാട്ടിൽ എൻ്റെ പേര് പന്നമീൻ. ശരിക്കും പക്ഷെ ശരിക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് കിളിമീനല്ലേ? അല്ല, ചെങ്കലവ, പുതിയാപ്പിള പോരാ. കൊള്ളാം, അടിപൊളി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മീൻ നല്ല അടിപൊളിയായിട്ട് വെന്തു. കൊള്ളാം. അപ്പോൾ ശരിക്കും നമുക്കൊരു 4 റേറ്റിംഗ് കൊടുക്കാം. കുറച്ചുകൂടെ മെച്ചാണ്. കൊള്ളാം. സിബി ഒരു ചെറിയ കുക്ക് തന്നെ, സിബി ഒരു ഭീകരൻ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ട്രിക്കല്ലായിരുന്നു. നമ്മൾ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് കൊളത്തൂർ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്ത് വരെ നമ്മൾ വന്നപ്പോൾ ആക്ച്വലി ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ കൊളത്തൂർ ഫിഷ് മാർക്കറ്റിനെ പറ്റിയുള്ള ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ടോമിൻ ജോസ് സൈനിങ് ഓഫ്. ബൈ. സിബി ബൈ പറ. സിബി. അപ്പോൾ ശരി, ബൈ.